ഗൈസ് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോവാണ് എൻ്റെ മുടി വെട്ടാൻ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇന്നത്തെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മക്കുട്ടി അമ്മയാണ് നമ്മുടെ ഡ്രൈവർ. അപ്പോൾ ഫാൻസ് ഓടിക്കുക. അമ്മ ഇപ്പോൾ വരും. അമ്മ വന്നിട്ടുണ്ട്. മെയിൻ റോഡിൽ അമ്മയ്ക്ക് ഫോൺ പിടിച്ചുകൊണ്ട് പോകാൻ പേടി കേട്ടോ. അങ്ങനെ അനിയക്കുട്ടി മുടി വെട്ടാനായിട്ട് നിഷാന്തിയുടെ ഷോപ്പിൽ ബ്യൂട്ടി പാർലറിൽ ചെന്നു കേട്ടോ. അപ്പോൾ നിഷാന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ചെന്നതുകൊണ്ട് വേഗം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ അവളെ കയറ്റിയിരുത്തി മുടി വെട്ടുകയാണ്. മുടി ഫ്രണ്ട് മാത്രം ഒന്ന് കട്ട് ചെയ്ത് വിടാന്നുള്ളതാണ്. കാരണം അവൾ ഹെയർ വെട്ടാൻ സമ്മതിക്കില്ല. ഡാൻസൊക്കെ പഠിക്കുന്നതുകൊണ്ട് അവൾക്ക് മുടി വേണം, വളർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്ക് പനിയൊക്കെ വന്നുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് കട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത ആൾ സമ്മതിക്കുന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ നിഷ അത് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവൾ ടാറ്റയൊക്കെ തരികയാണ് കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി അപ്പോൾ കുറച്ചെന്നാൽ ലെങ്തും കൂടി കുറച്ചൊന്ന് ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചെന്നാൽ അതുകൂടി ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ചെയ്യാൻ കേട്ടോ. ഇതാണ് ഞങ്ങൾ എല്ലാത്തിനും പോകുന്നത് നിഷയുടെ അടുത്താണ്. ഹെയർ കട്ട് ചെയ്യാനും ഇപ്പം ഞാൻ ത്രെഡിങ്ങിനാണെങ്കിലും ഒക്കെ പോകുന്നത് ചൂണ്ടിയിലുള്ള നമ്മുടെ നിഷയുടെ ബ്യൂട്ടി പാർലറിലാണ്. നല്ല ഇതായിട്ട് വർക്കൊക്കെ ചെയ്തു തരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോൾ വിളിച്ചാലും നമുക്ക് എന്താ പറയുക, നല്ല ഒരു നമുക്ക് എല്ലായിടത്തും പോകുന്ന പോലെയല്ല, കുറച്ചും കൂടി കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ് പോകുന്നത്. ചൂണ്ടിയിലാണ് ആളുടെ ഷോപ്പ് വന്നിട്ട്. ആൾ സ്റ്റിച്ചിങ്ങും ഉണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രസ്സസൊക്കെ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചും തരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് മുടിയൊക്കെ കട്ട് ചെയ്തു. ഇതാണ് നിഷ ഇൻസ്റ്റൈൽ ബ്യൂട്ടി പാർലർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ചൂണ്ടി ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ കട വന്നിട്ട്. പിന്നെ ഇത് ഞങ്ങൾ കട്ടൊക്കെ ചെയ്ത് മുടിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ നിഷാൻ്റെ ടാറ്റ. അപ്പോൾ അനിയക്കുട്ടി അവിടെ നിഷാന്തിക്ക് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, വീടും അടുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്നിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളത് വീട്ടിലെത്തി, വീട്ടിൽ വന്നു. അപ്പോൾ അനിയക്കുട്ടിയുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ അനിയക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.